നമസ്കാരം. ഹോം ടിപ്സ് തനുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കഥയാണ്. വർഷത്തിലൊരിക്കൽ നാം ചെയ്യുന്ന 2 പ്രധാന കാര്യങ്ങളുടെ കഥ. ആയുധപൂജയുടെയും വാഹനപൂജയുടെയും. പണ്ട് ലോകത്ത് അഹങ്കാരിയായ മഹിഷാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. അവൻ്റെ ശക്തിക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ദേവന്മാരെപ്പോലും അവൻ തോൽപ്പിച്ചു. ഒടുവിൽ ത്രിമൂർത്തികൾ ചേർന്ന് തങ്ങളുടെ എല്ലാ ശക്തിയും ഒരുമിപ്പിച്ച് ദുർഗാദേവിക്ക് രൂപം നൽകി. ദേവി കൈകളിൽ പലതരം ആയുധങ്ങളേന്തി മഹിഷാസുരനുമായി 9 ദിവസം നീണ്ട ഘോരയുദ്ധം ചെയ്തു. ആ യുദ്ധം ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കി. ഒടുവിൽ യുദ്ധത്തിൻ്റെ 10ാം ദിവസം, അതായത് വിജയദശമി ദിനത്തിൽ, ദേവി ആ അഹങ്കാരിയെ നിഗ്രഹിച്ച് വിജയം നേടി. വിജയം നേടിയ ശേഷം ദേവി തൻ്റെ ആയുധങ്ങളെല്ലാം മാറ്റിവെച്ചു. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഓരോ ആയുധത്തിനും അപ്പോൾ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? ഞങ്ങൾ ദേവിക്കായി പൊരുതി, ലോകത്തെ രക്ഷിച്ചു. അഭിമാനത്തോടെ അവ അവിടെ വിശ്രമിച്ചു. യുദ്ധം അവസാനിച്ചു. ലോകം ശാന്തമായി. അപ്പോൾ ദേവി പറഞ്ഞു, എൻ്റെ വിജയം എൻ്റേത് മാത്രമല്ല, എന്നെ ശക്തിപ്പെടുത്തിയ ഈ ആയുധങ്ങളുടെ വിജയം കൂടിയാണ്. ഇവയ്ക്ക് വേണ്ടത്ര വിശ്രമം നൽകണം. ഇങ്ങനെ ഇവയെ നാം ബഹുമാനിക്കണം. അങ്ങനെയാണ് ആയുധപൂജ പിറന്നത്. നവരാത്രിയുടെ അവസാന ദിനങ്ങളിൽ, അതായത് ദേവി അറിവിൻ്റെ ദേവിയായ സരസ്വതിയുടെ രൂപത്തിൽ കുടികൊള്ളുന്ന ദിവസങ്ങളിൽ, പണ്ട് ക്ഷത്രിയന്മാർ അവരുടെ വാളുകളും അമ്പുകളും പൂജാമുറിയിൽ വെച്ച് ആരാധിച്ചു. ഒരു വർഷം മുഴുവൻ തങ്ങളെ സഹായിച്ച ആയുധങ്ങൾക്ക് നന്ദി പറയുന്ന ചടങ്ങാണിത്. ഇന്ന് ആയുധങ്ങളുടെ രൂപം മാറി. നമ്മുടെ ആധുനിക യുഗത്തിൽ നമ്മുടെ ആയുധങ്ങൾ എന്താണ്? ഒരു എഞ്ചിനീയറുടെ കമ്പ്യൂട്ടർ, ഒരു വീട്ടമ്മയുടെ അടുക്കളയിലെ പാത്രങ്ങൾ, ഒരു തൊഴിലാളിയുടെ പണിയായുധങ്ങൾ, വിദ്യാർത്ഥിയുടെ പേനകൾ, പുസ്തകങ്ങൾ എന്നിവയാണ്. നമ്മുടെ അന്നവും ഉപജീവന മാർഗവും നേടിത്തരുന്ന ഈ ഉപകരണങ്ങളെല്ലാം ശക്തിയുടെ പ്രതീകങ്ങളാണ്. അതുകൊണ്ടാണ് വിജയദശമി ദിനം നാം ഈ ഉപകരണങ്ങളെ വൃത്തിയാക്കി പൂമാലയിട്ട് ചന്ദനം തൊട്ട്, ഒരു വർഷം കൂടി എന്നെ സഹായിച്ചതിന് നന്ദി, ഇനിയും എന്നെ മുന്നോട്ട് നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വാഹനങ്ങളുടെ കഥയിലേക്ക് വരാം. പണ്ടത്തെ കാലത്ത് യുദ്ധത്തിനായി പോകുമ്പോൾ ദേവന്മാരും രാജാക്കന്മാരും തേരുകളും കുതിരകളെയും ഉപയോഗിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് ആ കുതിരകളും തേരുകളുമാണ് നമ്മുടെ കാറുകളും സ്കൂട്ടറുകളും ബസ്സുകളും. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വാഹനം വെറും ഒരു യന്ത്രമല്ല, മറിച്ച് അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവനെ എത്തിക്കുന്ന വിജയരഥമാണ്. ജോലിക്ക് പോകാൻ, വീട്ടിലെത്താൻ, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓടിയെത്താൻ ഈ വാഹനമാണ് നമ്മുടെ ശക്തി. അതുകൊണ്ട് വിജയദശമി ദിവസം നാം ആയുധപൂജ നടത്തുന്ന അതേ ഭക്തിയോടെ വാഹനപൂജയും നടത്തുന്നു. നമ്മുടെ വാഹനങ്ങളെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൽ വർണ്ണപ്പൊടികളോ ചന്ദനക്കുറികളോ ചാർത്തി മാലയിട്ട് ഭംഗിയാക്കുന്നു. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമ്മുടെ യാത്രകളെല്ലാം നമ്മെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ഈ വാഹനത്തിന് സാധിക്കണം. ഒരു വർഷം മുഴുവൻ യാതൊരു അപകടങ്ങളും ഇല്ലാതെ ആയുധങ്ങളെ പോലെ തന്നെ ശക്തിയോടെ അത് നമ്മെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് ഈ വാഹന പൂജയിലൂടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കഥയിലെ സാരം ഇതാണ്. വിജയദശമി നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ നേടിയ ഓരോ വിജയത്തിനും പിന്നിൽ നമ്മെ സഹായിച്ച പല ഘടകങ്ങളുണ്ട്. എന്താണ് ആ ദൈവത്തിൻ്റെ ശക്തി? നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളാകാം. അതുകൊണ്ട് ഈ വിജയദശമി ദിനത്തിൽ നിങ്ങളുടെ ആയുധങ്ങളെയും വാഹനങ്ങളെയും ബഹുമാനിക്കുക. അവയോട് നന്ദിയുള്ളവരായിരിക്കുക. ഈ നന്ദിയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും വിജയവും കൊണ്ടുവരുന്നത്. എല്ലാവർക്കും വിജയദശമി ആശംസകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഹോം ടിപ്സുമായി കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ, ശുഭദിനം നേരുന്നു.